സ്മാർട്ട് ഫോണുകളുടെ വിപ്ലവം ആരംഭിച്ച 2010കളുടെ തുടക്കം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആൻഡ്രോയിഡും ഐഫോണും നമ്മുടെ കൈകളിലേക്ക് എത്തിയ കാലം. അന്ന് പ്രായഭേദമന്യേ എല്ലാവരുടെയും ഫോണുകളിൽ ഒരു ഗെയിം ഉണ്ടായിരുന്നു. ചുവന്ന നിറമുള്ള ഒരു ദേഷ്യക്കാരൻ പക്ഷേ കവണയിൽ വലിച്ചു വെച്ച് പച്ച പന്നുകളുടെ കോട്ടകളിലേക്ക് എറിയുന്ന ഒരു ഗെയിം. അതെ, ആംഗ്രി ബേർഡ്സ്. മൊബൈൽ ഗെയിമിംഗ് ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ഒരു സാംസ്കാരിക പ്രതിഭാസമായിരുന്നു അത്. വെറുമൊരു ഗെയിമിങ്ങിൽ തുടങ്ങി സിനിമകളും തീം പാർക്കുകളും കളിപ്പാട്ടങ്ങളുമായി കോടിക്കണക്കിന് ഡോളറിന്റെ ഒരു വലിയ സാമ്രാജ്യമാണ് അവർ കെട്ടിപ്പടുത്തത്. എന്നാൽ ഇന്ന് ആ ഒറിജിനൽ ഗെയിം എവിടെ? അത് നിർമ്മിച്ച രേവി എന്ന കമ്പനിക്ക് എന്ത് പറ്റി? 51 തവണ പരാജയപ്പെട്ടിട്ടും 52ാമത്തെ ശ്രമത്തിൽ ലോകം കീഴടക്കുകയും പിന്നീട് അതേ വേഗതയിൽ തകരുകയും ചെയ്ത ഒരു കമ്പനിയുടെ വിസ്മയിപ്പിക്കുന്ന കഥയാണിത്. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കഥ ആരംഭിക്കുന്നത് 2003 ഫിൻലാൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിങ്കിയിലാണ്. അവിടെയുള്ള ഹെൽസിങ്കി യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ പഠിച്ചിരുന്ന 3 സുഹൃത്തുക്കൾ, നിക്ലാസ് ഹെഡ്, ജാർക്കോ ഹൈക്കിമിനി, കിം ഡിക്വാർഡ് എന്നിവർ ഒരു മൊബൈൽ ഗെയിം ഡെവലപ്മെന്റ് മത്സരത്തിൽ പങ്കെടുത്തു. നോക്കിയയും ഹ്യൂലറ്റ് പെക്കാർഡും ചേർന്നാണ് ആ മത്സരം നടത്തിയത്. അതിൽ അവർ നിർമ്മിച്ച കിങ് ഓഫ് ദ കാബേജ് വേൾഡ് എന്ന ഗെയിം 1ാം സ്ഥാനം നേടി. ഈ വിജയം അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകി. അവർ റെല്യൂഡ് എന്ന പേരിൽ ഒരു കൊച്ചു കമ്പനി ആരംഭിച്ചു. പിന്നീട് നെക്ലാസിന്റെ അമ്മാവനായ കാജി ഹെഡ് ഈ കമ്പനി പണം നിക്ഷേപിക്കുകയും 2005 കമ്പനിയുടെ പേര് റേവിയോ മൊബൈൽ എന്ന് മാറ്റുകയും ചെയ്തു. ഫിനിഷ് ഭാഷയിൽ റേവിയോ എന്നാൽ ബോൺഫയർ അല്ലെങ്കിൽ വലിയ തീക്കുട്ടി എന്നാണ് അർത്ഥം. പേര് പോലെ തന്നെ ലോകം മുഴുവൻ പടരുന്ന ഒരു തീയാകാനായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ വഴി അത്ര എളുപ്പമായിരുന്നില്ല. അടുത്ത 6 വർഷം റോവിയോയ്ക്ക് കഠിനമായ പരീക്ഷണങ്ങളുടെ കാലമായിരുന്നു. അവർ പ്രശസ്ത കമ്പനികൾക്ക് വേണ്ടി ഗെയിമുകൾ കരാർ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി നൽകി. ഒപ്പം സ്വന്തമായി നിരവധി ഗെയിമുകളും പുറത്തിറക്കി. എന്നാൽ അതിൽ ഒന്നുപോലും തന്നെ വിപണിയിൽ ചലനമുണ്ടാക്കിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 1 അല്ല 2 അല്ല, തുടർച്ചയായി 51 ഗെയിമുകളാണ് അവർ നിർമ്മിച്ച് പരാജയപ്പെട്ടത്. 2009 ആയപ്പോഴേക്കും കമ്പനി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചു. കമ്പനി ഏത് നിമിഷവും പൂട്ടാമെന്ന അവസ്ഥയിലെത്തി. ബാങ്കിൽ അവശേഷിക്കുന്നത് തങ്ങളുടെ അവസാനത്തെ ഗെയിം നിർമ്മിക്കാനുള്ള പണം മാത്രമാണ്. ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ പൂർണ്ണമായ തകർച്ച. അതായിരുന്നു അവസ്ഥ. അപ്പോഴാണ് ആപ്പിൾ തങ്ങളുടെ ആപ്പ് സ്റ്റോർ പുറത്തിറക്കുന്നത്. മൊബൈൽ ആപ്പുകളുടെ ലോകം മാറാൻ പോകുകയാണെന്ന് റോവിയോ തിരിച്ചറിഞ്ഞു. അവർ ഐഫോണിന് അനുയോജ്യമായ ലളിതവും എന്നാൽ ആളുകളെ ആകർഷിക്കുന്നതുമായ ഒരു ഗെയിമിനായുള്ള ചിന്ത തുടങ്ങി. കമ്പനിയിലെ ചീഫ് ഡിസൈനറായ ജാക്കോ ഇസാലോ ഒരു ദിവസം കുറച്ച് പക്ഷികളുടെ ചിത്രം വരച്ചു. അവയ്ക്ക് ചിറകുകളില്ലായിരുന്നു, കൂടാതെ വലിയ ദേഷ്യമുള്ള പുരുകങ്ങളും. ആ പക്ഷികളുടെ രൂപം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിനൊരു കഥ വേണമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ പക്ഷികൾക്ക് ഇത്രയും ദേഷ്യം? അങ്ങനെയാണ് അവർ പച്ച നിറമുള്ള പന്നികളെ കഥയിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷികളുടെ വിലപ്പെട്ട മുട്ടകൾ പന്നികൾ മോഷ്ടിക്കുന്നു. അതിൽ ദേഷ്യമെന്ന പക്ഷികൾ പന്നികളുടെ കോട്ടകൾ തകർത്ത് മുട്ടകൾ തിരിച്ചു പിടിക്കുന്നു. ഐഫോണിന്റെ ടച്ച് സ്ക്രീൻ പരമാവധി പ്രയോജനപ്പെടുത്താൻ കവണ ഉപയോഗിച്ച് പക്ഷികളെ എറിയുന്ന രീതി അവർ വികസിപ്പിച്ചു. ഫിസിക്സ് കൃത്യമായി ഉപയോഗിച്ചുള്ള ഗെയിം പ്ലേ ആയിരുന്നു അത്. 2009 ഡിസംബറിൽ ആംഗ്രി ബേർഡ്സ് ഐഫോണിൽ റിലീസ് ചെയ്തു. തുടക്കത്തിൽ കുറഞ്ഞ പ്രതികരണമായിരുന്നുവെങ്കിലും ഫിൻലാൻഡിലും UK-ലും ആപ്പ് സ്റ്റോറിൽ 1ാമതെത്തിയതോടെ ഗെയിം ലോകമെമ്പാടും വൈറലായി. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇതിന് അടിമകളായി മാറി. പിന്നീടുള്ള കുറച്ചു വർഷങ്ങൾ റോവിയോയുടെ സുവർണകാലമായിരുന്നു. ആംഗ്രി ബേർഡ്സ് ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഗെയിമിംഗ് ബ്ലോക്ക് ബസ്റ്ററായി മാറി. 2012 ആയപ്പോഴേക്കും ഗെയിം 100 കോടിയിലധികം തവണ ഡൗൺലോഡ് ചെയ്യപ്പെട്ടു. റോവിയോ ഇവിടെ വെച്ച് തങ്ങളുടെ തന്ത്രം മാറ്റി. തങ്ങൾ വെറുമൊരു ഗെയിമിംഗ് കമ്പനിയല്ല, മറിച്ച് ഡിസ്നി പോലെയുള്ള ഒരു വലിയ എന്റർടൈൻമെന്റ് ബ്രാൻഡാണെന്ന് അവർ പ്രഖ്യാപിച്ചു. അവർ ആംഗ്രി ബേർഡ്സ് ബ്രാൻഡിൽ തന്നെ കളിപ്പാട്ടങ്ങൾ, ലഞ്ച് ബോക്സുകൾ, സോഡകൾ, കൊമിക്സ് എന്നിവ ഇറക്കി. ലോകമെമ്പാടും ആംഗ്രി ബേർഡ്സ് തീം പാർക്കുകൾ നിർമ്മിച്ചു. പിന്നീട് 2016 വലിയ ബഡ്ജറ്റിൽ ഒരു ഹോളിവുഡ് ആനിമേഷൻ സിനിമയും അവർ പുറത്തിറക്കി. അത് വലിയ വിജയമായിരുന്നു. കമ്പനിയുടെ മൂല്യം കോടികളായി ഉയർന്നു. എന്നാൽ ഈ അന്ധമായ വിജയലഹരിയിൽ അവർ ഒരു പ്രധാന കാര്യം മറന്നുപോയി. അവരുടെ പ്രധാന ബിസിനസ് ഗെയിമിംഗ് ആയിരുന്നു എന്നത്. എവിടെയാണ് റോവിയോയ്ക്ക് പിഴച്ചത്? ഇവിടെ 3 പ്രധാന കാരണങ്ങളുണ്ട്. കാലത്തിനനുസരിച്ച് മാറാതിരിക്കുക. 2012 ശേഷം മൊബൈൽ ഗെയിമിംഗ് രംഗം മാറിക്കഴിഞ്ഞു. ആളുകൾ ഫ്രീ ടു പ്ലേ മോഡലുകളിലേക്ക് മാറി. അതായത് ഗെയിം ഫ്രീ ആയി നൽകും, അതിനുള്ളിൽ ആളുകൾ പണം മുടക്കുന്ന രീതി. കാൻഡി ക്രഷ്, സാഗ, ക്ലാഷ് ഓഫ് ക്ലാൻസ് തുടങ്ങിയ ഗെയിമുകൾ ഈ രീതിയിൽ വൻ വിജയം നേടി.
എന്നാൽ റോവിയോ അപ്പോഴും പഴയ രീതിയിലാണ് ചിന്തിച്ചത്. ആളുകളെ മടുപ്പിച്ചു. റോവിയോ ആംഗ്രി ബേർഡ്സിന്റെ തന്നെ നിരവധി പതിപ്പുകൾ ഇറക്കി. ആംഗ്രി ബേർഡ്സ് സ്റ്റാർ വാർ, ആംഗ്രി ബേർഡ്സ് റിയോ, ആംഗ്രി ബേർഡ്സ് ഫ്രണ്ട്, ആംഗ്രി ബേർഡ്സ് സ്പേസ്, അങ്ങനെ ഒരേ ആശയം പല പേരുകൾ വന്ന് ആളുകൾക്ക് മടുപ്പ് തോന്നി തുടങ്ങി. അവർക്ക് ആംഗ്രി ബേർഡ്സ് അല്ലാതെ മറ്റൊരു ഹിറ്റ് ഗെയിം ഉണ്ടാക്കാൻ കഴിഞ്ഞതുമില്ല. ആരാധകരെ ദേഷ്യം പിടിപ്പിച്ചു. പണം സമ്പാദിക്കാനുള്ള ആർത്തിയിൽ റോവിയോ അവരുടെ ഗെയിമുകളിൽ അമിതമായി പരസ്യങ്ങളും പണം കൊടുത്താൽ മാത്രം ജയിക്കാവുന്ന രീതികളും കൊണ്ടുവന്നു. ഇത് കളിക്കാരെ അകറ്റി. ഏറ്റവും ദാരുണമായ കാര്യം, തങ്ങളുടെ പുതിയ ഗെയിമുകൾ ആളുകൾ കളിക്കാൻ വേണ്ടി 2023 അവർ ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ലാസിക് ഒറിജിനൽ ആംഗ്രി ബേർഡ്സ് ഗെയിം പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്തു. ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. തുടർച്ചയായ നഷ്ടങ്ങളും തെറ്റായ തീരുമാനങ്ങളും റോവിയോയെ വലിയ പ്രതിസന്ധിയിലാക്കി. ഒടുവിൽ 2023 ഏപ്രിൽ ഒരു പ്രധാന വാർത്ത പുറത്തു വന്നു. പ്രശസ്ത ജപ്പാനീസ് ഗെയിമിംഗ് ഭീമന്മാരായ സെഗ റോവിയോ കമ്പനിയെ പൂർണ്ണമായും വാങ്ങാൻ പോകുന്നു. ഏകദേശം $776 മില്യൺ സെഗ റോവിയോയെ സ്വന്തമാക്കിയത്. അങ്ങനെ ഫിൻലാൻഡിന്റെ ആ കൊച്ചു കമ്പനി ഇപ്പോൾ സെഗയുടെ ഭാഗമാണ്. റോവിയോയുടെ ചരിത്രം ബിസിനസ് ലോകത്തിന് വലിയൊരു പാഠമാണ്. കഠിനാധ്വാനവും 51 പരാജയങ്ങളെ നേരിടാനുള്ള മനക്കരുത്തും നിങ്ങളെ വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചേക്കാം. എന്നാൽ വിപണിയിലെ മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ടുമാറാൻ തയ്യാറായില്ലെങ്കിൽ എത്ര വലിയ സാമ്രാജ്യവും തകർന്നടിയും. നിങ്ങൾ എത്ര പേർ ആംഗ്രി ബേർഡ്സ് കളിച്ചിട്ടുണ്ട്? നിങ്ങളുടെ പ്രിയപ്പെട്ട പക്ഷി ഏതായിരുന്നു? താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.